നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഹിറ്റ്ലറോട് ഉപമിച്ച, കൃത്യമായും ഇന്ത്യയെ വലിയ തോതിൽ സാമ്പത്തികമായി തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായാണ് ജോർജ് സോറസ് എന്ന സാമ്പത്തിക വിദഗ്ധനെ. അദ്ദേഹത്തിന് പറയുന്നത് എക്കണോമിക് ടെററിസ്റ്റ് എന്ന രീതിയിലാണ് മുദ്രാവാക്യം. ഇംഗ്ലണ്ടിൻ്റെ ബാങ്കിങ് സംവിധാനത്തെ തന്നെ തകർത്ത വ്യക്തി എന്ന ഖ്യാതിയുണ്ട്. മാത്രമല്ല, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്, ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ഭീഷണിയാണ് എന്ന് അമിത്ഷാ നിരവധി തവണ പറഞ്ഞു. അന്നൊന്നും അമിത്ഷായ്ക്ക് വലിയ തിരിച്ചടി കിട്ടിയില്ലായിരുന്നു. എപ്പോഴും നിർമ്മല സീതാരാമൻ രാഹുൽ ഗാന്ധിയെ കളിയാക്കിക്കൊണ്ടിരുന്നു. സാമ്പത്തിക ഭദ്രതയെ തകർക്കാൻ ശ്രമിക്കുന്നു, വിദേശത്ത് നരേന്ദ്രമോദിയുമായി ശത്രുതയുള്ള ആളുകളുമായി കൂട്ടുകൂടാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം, ഇത്തരത്തിലുണ്ടായിരുന്നു. എന്നാൽ അംബേദ്കറുടെ വിഷയത്തിൽ അംബേദ്കറെ തൊട്ട് കളിച്ചപ്പോൾ അമിത്ഷായുടെ കൈ പൊള്ളി. അംബേദ്കറെ എന്തിനാണ് എന്നും സ്തുതിക്കുന്നത്, പകരം ദൈവനാമം ജപിച്ചാൽ സ്വർഗമെങ്കിലും കിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ പണി വാങ്ങിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇപ്പോൾ ഓം ബിർളയ്ക്ക് സഭ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് ഓം ബിർളയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. സുപ്രധാനമായ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യവും, അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലും പാസ്സാക്കാൻ കഴിയാതെ ശീതകാല സമ്മേളനം പിരിയാൻ പോകുന്ന സാഹചര്യത്തിലേക്കാണ്. ഇത് ഓർഡിനൻസായി അവതരിപ്പിക്കാൻ ഉള്ള ശ്രമമാണ് ഇനി ആകെയുള്ള വഴി. അതായത് അത് നിയമമാക്കി മാറ്റിയെടുത്ത് രാഷ്ട്രപതിയുടെ ഒപ്പോടുകൂടി പ്രാബല്യത്തിൽ വരുത്തി അത് വലിയ തോതിൽ പ്രചാരം നേടിയെടുക്കാൻ വേണ്ടിയുള്ള പിൻവാതിൽ കളി ആണ് ഇനി ആകെ ബാക്കിയുള്ളത് എന്നാണ് ബി ജെ പിയിൽ ഉള്ള സംസാരം. എന്നാൽ ബി ജെ പിയിൽ ക്യാബിനറ്റ് പോലും ഈ കാര്യത്തിൽ വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. അമിത്ഷായെ നീക്കണമെന്ന് ക്യാബിനറ്റിൽ ഉള്ളിലുള്ള ചർച്ച പോലും ബി ജെ പിയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. 2014 അധികാരത്തിലേറി ഏകാധിപത്യ നിലപാട് കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് ജോർജ് സോറസ് പറഞ്ഞിരുന്നു. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിലും അവിടുത്തെ ഭരണാധികാരി ഒട്ടും ജനാധിപത്യപരമായി അല്ല ചിന്തിക്കുന്നത്, അദ്ദേഹം ഏകാധിപതിയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജോർജ് സോറസ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന് ജോർജ് സോറസുമായി ബന്ധമുണ്ട് എന്ന് ബി ജെ പി വീണ്ടും വീണ്ടും ആരോപിക്കുന്നു. ബി ജെ പിക്ക് ഇങ്ങനെ പറയാൻ നിരവധിയായ സാഹചര്യങ്ങൾ അവർ കോൺഗ്രസിനെതിരെ ഈ രാജ്യത്ത് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അതിനെ പൊളിച്ചെടുക്കാൻ, അതായത് കോൺഗ്രസിൻ്റെ ജനകീയ മുന്നേറ്റത്തെ പൊളിച്ചെടുക്കാനുള്ള ശ്രമമാണ്. സെബി ചെയർപേഴ്സണായ മാധവി പുരി പുച്ചിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണം എങ്ങനെയും മറച്ചു പിടിക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുമ്പോൾ, നിഴൽ കമ്പനികൾ, അദാനിയുടെ നിഴൽ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം എല്ലാം തന്നെ ഉന്നയിക്കപ്പെടുമ്പോൾ, ഇവിടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചാൽ, ജോർജ് സോറസുമായി ബന്ധപ്പെട്ട വിഷയത്തെ വീണ്ടും കുത്തിവയ്പ്പിക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ കളി പൊളിഞ്ഞത് അമിത്ഷാ വിഷയത്തിലാണ്. അമിത്ഷാ അല്ലായിരുന്നെങ്കിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ബി ജെ പിക്ക് പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ കുന്തമുനയായി ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന ഖ്യാതിയുള്ള മനുഷ്യൻ ഇപ്പോൾ സ്വയം പ്രതിരോധത്തിലായി. ബി ജെ പിക്ക് തലവേദനയുമായി.